ലീഡ് എയിം ചെയ്തിട്ടാണ് നമ്മൾ വർക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് അവർക്ക് വേണ്ടിയിട്ട്. അതിൽ നോർമലി നമ്മൾ ലീഡ് ജനറേഷൻ സ്റ്റാർട്ട് ചെയ്തു. ലീഡ് ജനറേഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമുക്കൊരു ഇഷ്യൂ എന്താ പറ്റിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ മാർക്കറ്റ് ഫുൾ അനലൈസ് ചെയ്തിട്ട് എപ്പോഴും മാർക്കറ്റ് സ്ട്രാറ്റജിക്ക് അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. നമ്മളെപ്പോഴും മാർക്കറ്റിലോട്ട് ഇറങ്ങുന്ന സമയത്ത് നമുക്ക് എപ്പോഴും ഒരു എക്സ്പെരിമെന്റ് ചെയ്യാനുള്ള സ്പേസ് പലപ്പോഴും ഇനീഷ്യൽ വരുന്ന ക്ലയന്റ് നമുക്ക് തരണമെന്നില്ല. കാരണം അവരെന്തുകൊണ്ട് നമ്മളെ വിശ്വസിക്കണം എന്നുള്ള ചോദ്യമുണ്ട്. അപ്പൊ നമുക്ക് ഒരു എക്സ്പെരിമെന്റൽ സ്പേസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം തന്നെ മാർക്കറ്റിൽ നമ്മുടെ കോമ്പറ്റീറ്റേഴ്സ് എല്ലാം യൂസ് ചെയ്യുന്ന ഒരു പ്രൂവൺ മാർക്കറ്റിംഗ് ടെക്നിക്ക് നമ്മളത് യൂസ് ചെയ്യും. അങ്ങനെ നമ്മൾ സോളാർ ഇൻഡസ്ട്രിയിൽ നമുക്ക് വന്നൊരു ടെക്നിക്കായിരുന്നു. നമ്മൾ എവിടെ നോക്കിയാലും ആഡും എല്ലാം ആഡ് കോപ്പീസ് എല്ലാം വർക്ക് ആവുന്നത് കറണ്ട് ബില്ല് 0 ആക്കാം, നിങ്ങൾക്ക് കറണ്ട് ബില്ല് സേവ് ചെയ്യാം എന്നുള്ളൊരു മോഡിലാണ് ആഡ് എല്ലാം റൺ ആയിക്കൊണ്ടിട്ടുണ്ടായിരുന്നത്. നമ്മളും സെയിം സ്ട്രാറ്റജി തന്നെ യൂസ് ചെയ്തു. നമ്മൾ മെറ്റാഡ് റൺ ചെയ്യാൻ തുടങ്ങി. സെയിം സ്ട്രാറ്റജി തന്നെ മെറ്റാഡ് റൺ ചെയ്യാൻ തുടങ്ങി. ഡേ നമ്മൾ നമുക്ക് എനിക്ക് തോന്നുന്നു അറൗണ്ട് ഒരു 16 പെർ ലീഡിനൊക്കെ നമുക്ക് ഒരു ദിവസം 2-3 ലീഡുകൾ വെച്ച് നമുക്ക് കിട്ടാൻ തുടങ്ങി. ചെറിയൊരു മാർക്കറ്റിംഗ് ബഡ്ജറ്റാണ് ആകെ ക്ലയന്റ് നമുക്ക് അലോക്കേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഐ തിങ്ക് 4,500 സംതിങ്. അത് നമ്മൾ അവയർനെസ്സും ലീഡും എല്ലാം ആ ബഡ്ജറ്റിൽ നമുക്ക് ഇൻക്ലൂഡ് ആക്കണം. സോ ലീഡ് എടുത്തു തുടങ്ങിക്കഴിഞ്ഞപ്പോഴാണ്, ലീഡ് കിട്ടാൻ തുടങ്ങിയപ്പോൾ നമുക്ക് ടീമിനെല്ലാം ഭയങ്കര ഹാപ്പി. പക്ഷെ നമ്മൾ ലീഡ് എടുത്തു കഴിയുമ്പോൾ അതിന്റെ ക്വാളിറ്റി ഭയങ്കര ഇമ്പോർട്ടൻറ്റ്. നമ്മളൊരു സ്റ്റാറ്റിക് ക്രിയേറ്റീവ് ആണ് റൺ ചെയ്തിട്ടുണ്ടായിരുന്നത്. ക്വാളിറ്റി ചെക്ക് ചെയ്ത സമയത്താണ് നമുക്ക് മനസ്സിലായത് ക്വാളിറ്റിയിൽ എന്തൊക്കെയോ എവിടെയൊക്കെ ഒരു അപാകതകൾ, വർക്ക് കൺവേർട്ട് ആവുന്നില്ല. നമ്മളപ്പോൾ അതിന്റെ ഒരു സെയിൽസ് പിച്ച് നമ്മൾ നോക്കി, സെയിൽസ് ടീമിന്റെ ഇഷ്യൂ ആണെന്ന് വേണ്ടി അനലൈസ് ചെയ്ത് നോക്കി. അഗൈൻ സെയിൽസ് ടീമിന്റെ ഇഷ്യൂ ഒന്നല്ല, പ്രോപ്പറായിട്ട് തന്നെയാണ് അവർ ഹാൻഡിൽ ചെയ്യുന്നത്. ടൈമിന് ലീഡ് അറ്റൻഡ് ചെയ്യുന്നതെല്ലാം ഉണ്ട്. സോ ലീഡിൽ ക്വാളിറ്റി ഇൻക്രീസ് ആക്കുക എന്നുള്ളൊരു ചലഞ്ചാണ് പിന്നീട് ഒരു 2 മന്ത് കഴിഞ്ഞപ്പോൾ എൻ്റെ ടീമിന് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പൊ നമ്മൾ എല്ലാവരും കൂടെ ആലോചിച്ചിട്ട് ഒരു ഡിസിഷൻ എത്തി. നമ്മുടെ ഒരു ഐഡിയ എന്ന് പറയുന്നത്, സോളാറിന് നോർമലി നമ്മുടെ ഇലക്ട്രിസിറ്റി ബില്ല് 0 ആക്കാം എന്നുള്ള ഒരു ഐഡിയോളജി മാറ്റിയിട്ട് നമുക്ക് എന്തുകൊണ്ട് സോളാർ ആക്ച്വലി ഒരു വൺ ഓഫ് മൈ ടീം മെമ്പർ ഓൾസോ, അവരുടെ വീട്ടിലും സോളാർ ഉണ്ട്, ഒരുപാട് ഉപകാരം ഉണ്ടെന്ന് പുള്ളിക്കാരി അവിടെ പേഴ്സണൽ എക്സ്പീരിയൻസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ഇതെന്തുകൊണ്ട് നമുക്കൊരു നല്ലൊരു ഇൻവെസ്റ്റ്മെന്റ് ആക്കിക്കൂടാന്നുള്ളൊരു തോട്ട്, അതായത് നമ്മുടെ കസ്റ്റമേഴ്സിന്റെ ഇടയിൽ സോളാർ എന്ന് പറയുന്ന ഇലക്ട്രിസിറ്റി ബില്ല് 0 ആക്കാന്നുള്ള ഒരു കോൺസെപ്റ്റിനപ്പുറം എന്തുകൊണ്ട് നമുക്കിതൊരു നല്ല ഇൻവെസ്റ്റ്മെന്റ് ആണെന്ന രീതിയിൽ അവരെ അറിയിച്ചുകൂടാന്ന് തോന്നി. സോ അങ്ങനെ മാർക്കറ്റിൽ പൊതുവെ ആരും ആ ഒരു ടെക്നിക്ക് യൂസ് ചെയ്ത് കണ്ടിട്ടില്ല ഞങ്ങളുടെ ടാർഗറ്റ് ഓഡിയൻസ് ഉള്ള മാർക്കറ്റിൽ. സോ ക്ലയന്റിനോട് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്തു, നമുക്ക് ഇങ്ങനെ ഒരു കോൺസെപ്റ്റ് പ്ലാൻ ഉണ്ട്. ആക്ച്വലി ഇതൊരു എക്സ്പെരിമെന്റ് ആണ്, നമ്മൾ എക്സ്പെരിമെന്റ് ചെയ്ത് നോക്കുകയാണ്. ക്ലയന്റിനെ പറഞ്ഞ് കൺവിൻസ് ചെയ്തു. ക്ലയന്റ് കൂടെ നിന്നു. എക്സ്ട്രാ മാർക്കറ്റിംഗ്, എക്സ്ട്രാ ആഡ് ബഡ്ജറ്റോ എക്സ്ട്രാ ബഡ്ജറ്റോ ഒന്നുമില്ല. സോ നമ്മളങ്ങനെ ഇൻവെസ്റ്റ്മെന്റ് എന്നുള്ളൊരു ടേമിലുള്ള സ്ക്രിപ്റ്റ് റെഡിയാക്കുന്നു. അതായത് നിങ്ങൾ ഇലക്ട്രിസിറ്റി ബില്ല് ഒരു സെർട്ടൻ എമൗണ്ട് മേലുള്ള ആൾക്കാരാണെങ്കിൽ, 3000 മേലുള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു ഇൻവെസ്റ്റ്മെന്റ് ആണ്. അതൊരു 5 ഇയേഴ്സിനുള്ളിൽ നിങ്ങൾക്ക് റിട്ടേൺ കിട്ടും. അങ്ങനെ ഒരു പ്രോപ്പർ ഇൻവെസ്റ്റ്മെന്റ്, റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ് ROI എക്സ്പ്ലെയിൻ ചെയ്തിട്ട് നമ്മളൊരു വീഡിയോ ചെയ്യുന്നു. നമ്മൾ തൃശ്ശൂർ ഭാഗത്താണ് ഇത് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. തൃശ്ശൂരായിരുന്നു നമ്മുടെ ടാർഗറ്റ് ഓഡിയൻസ്. സോ തൃശ്ശൂരിലെ ഒരു പ്രൊമിനന്റ് ആയിട്ടുള്ള ഒരു ഇൻഫ്ലുവൻസർ നമ്മൾ കണ്ടെത്തുന്നു. പ്രോപ്പർ സ്ക്രിപ്റ്റ് നമ്മൾ ഉണ്ടാക്കി കൊടുക്കുന്നു. അതിൽ നമുക്ക് ഇന്ന സിംഗിൾ ഡേ ഭയങ്കര അടിപൊളിയായിട്ട് മറ്റേ ആ ഒരു ഐഡിയ കത്തി. ഒരു 549 ഷെയർ ഒക്കെ എനിക്ക് 2 ഡേയ്സിനുള്ളിൽ നമുക്കത് കിട്ടേണ്ടായിരുന്നു. സോ ഓർഗാനിക് റീച്ച് നമ്മൾ പ്ലാൻ എങ്ങനെയാണെന്ന് വെച്ചാൽ ഫസ്റ്റ് ഇൻഫ്ലുവൻസറെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നു. ആ ഓർഗാനിക് റീച്ച് എങ്ങനെ ഉണ്ട് എന്ന് നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നു. ഓർഗാനിക് റീച്ച് ടെസ്റ്റ് ഇട്ടതിന് ശേഷം നമ്മൾ ലീഡ് ആഡിലോട്ട് പോകുന്നില്ല. എഗെയിൻ നമ്മൾ 1 വീക്ക് നമ്മളൊരു അവയർനെസ് ക്യാമ്പയിൻ റൺ ചെയ്ത് നോക്കുന്നു. നമ്മൾ അവയർനെസ് ക്യാമ്പയിൻ റൺ ചെയ്യുന്ന സമയത്ത് തന്നെ പോസിറ്റീവായിട്ട് വീണ്ടും ഒരു റാലി, ഒരു ഇൻഓർഗാനിക് ആയിട്ട് ഒരു പോസിറ്റീവ് റാലി കണ്ടപ്പോൾ നമ്മൾ ലീഡിന് സബ്മിറ്റ് ചെയ്തു. ഫോർച്ചുനേറ്റ്ലി ഇപ്പോൾ റൺ ചെയ്യാൻ തുടങ്ങിയിട്ട് ഇത് 3ാമത്തെ വീക്കാണ്. ക്വാളിറ്റി ഒരു ദിവസം 4 ലീഡിന്റെ മേലെ നമുക്ക് അന്ന് ആ ഒരു വീഡിയോ ഒന്ന് വരുന്നുണ്ട്. ക്വാളിറ്റി സോ ഹൈ. അതിന്ന് മാത്രം കഴിഞ്ഞ വീക്ക് 4 ലീഡ് കൺവേർട്ട് ആയതുകൊണ്ട് ക്ലയന്റ് നമ്മുടെ ഗ്രൂപ്പിൽ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. നമുക്ക് സന്തോഷം, നമ്മുടെ എൻ്റെ ടീമിനൊരു സന്തോഷമാണ്. നമ്മൾ എക്സ്പെരിമെന്റ് ചെയ്യുന്ന പുതിയ ഐഡിയ കൊണ്ടുവരിക, അത് എക്സിക്യൂട്ട് ചെയ്യുക, എക്സ്പെരിമെന്റ് ചെയ്യുക, അതിനൊരു റിസൾട്ട് കിട്ടുക എന്ന് പറയുന്നത് ആസ് എ മാർക്കറ്റിംഗ് ടീം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര സന്തോഷമുള്ള പരിപാടിയാണ്. പക്ഷെ ഇത് മാർക്കറ്റിംഗ് ഏജൻസി എന്നൊരു നിലയ്ക്ക് ഞങ്ങൾക്ക് ഇങ്ങനെ സപ്പോർട്ട് ചെയ്യുന്ന ക്ലയൻസിന് കിട്ടുക, നമ്മുടെ നോളജിൽ അല്ലെങ്കിൽ നമ്മുടെ എന്താ പറയുക കമ്മിറ്റ്മെന്റിൽ വിശ്വസിച്ച്
എക്സ്പെരിമെന്റ് ചെയ്യാൻ കൂടെ നിൽക്കുന്ന ക്ലയൻസിന് കിട്ടുക എന്ന് പറയുന്നത് ഭയങ്കര ഭാഗ്യമാണ് ഞങ്ങൾക്ക്. നോർമലി അങ്ങനെ കിട്ടാറില്ല. അതുകൊണ്ട് നമുക്ക് ഇങ്ങനെ ഒരു റിസൾട്ട് ജനറേറ്റ് ചെയ്യാൻ പറ്റുന്നതിൽ നമുക്ക് ഓക്കെ, മാർക്കറ്റിംഗ് ഏജൻസി എന്ന നിലയിൽ നമുക്ക് ഒരുപാട് ഐഡിയ കൊണ്ടുവരാൻ പറ്റും, എക്സിക്യൂഷൻ പ്ലാൻ കൊണ്ടുവരാൻ പറ്റും. അപ്പോൾ അതിനനുസരിച്ചുള്ള അതിനുള്ള സപ്പോർട്ടും ബഡ്ജറ്റ് നമുക്ക് അലോക്കേറ്റ് ചെയ്യുന്നത് എപ്പോഴും ക്ലയന്റ് ആണ്. ഞങ്ങൾക്ക് മാർക്കറ്റിംഗ് ബഡ്ജറ്റ് കൂട്ടാൻ വാങ്ങാനുള്ള ഒരു പെർമിഷൻ ഇല്ലാത്തതുകൊണ്ടും അതിന് ഒരുപാട് കൺസ്ട്രെയിൻ ഉള്ളതുകൊണ്ടും ലിമിറ്റഡ് മാർക്കറ്റിംഗ് ബഡ്ജറ്റ് യൂസ് ചെയ്തിട്ട് എങ്ങനെ മാക്സിമം റിസൾട്ട് പ്രൊഡ്യൂസ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ തോട്ട് എപ്പോഴും ഉണ്ടായിരുന്നത്. ഇതൊരു റീസെന്റ് നടന്നൊരു ക്യാമ്പയിൻ, ഒരു മെറ്റാ ക്യാമ്പയിൻ നമ്മുടെ ക്ലയന്റിന് വേണ്ടി സെറ്റപ്പ് ചെയ്ത് കൊടുത്തതിൻ്റെ ഒരു അപ്ഡേഷൻ ആണ്. ഇതുപോലുള്ള പുതിയ പുതിയ സ്ട്രാറ്റജികൾ, അത് പാളിപ്പോയ സ്ട്രാറ്റജി ആയാലും വർക്കായ സ്ട്രാറ്റജി ആയാലും ഷെയർ ചെയ്യുന്നതാണ്. സോ താങ്ക് യു. പുതിയൊരു ലെസൺ ആയിട്ട്, പുതിയൊരു ലേണിംഗ് ആയിട്ട് ഞാൻ വീണ്ടും വരാം. ബൈ.